ക്രിസ്തുവർഷം 312. റോം നഗരം ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയിലായിരുന്നു. ലോകം അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യത്വത്തിന്റെ ഭാവി നിർണയിക്കുവാൻ രണ്ട് സിംഹങ്ങൾ, കോൺസ്റ്റന്റൈനും മാക്സെൻഷ്യസും, നേർക്കുനേർ നിൽക്കുന്നു. ഒരു വശത്ത് റോമൻ പ്രതാപത്തിന്റെ പാരമ്പര്യവും വൻ സൈന്യവും, മറുവശത്ത് അനിശ്ചിതത്വത്തിലായ ഒരു ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ ചുരുക്കം വരുന്ന സൈനികരും. എന്നാൽ ആ രാത്രിയിലെ ആകാശം കേവലം നക്ഷത്രങ്ങളുടേതായിരുന്നില്ല, അത് വിധി നിശ്ചയിക്കപ്പെട്ട ഒന്നായിരുന്നു. അസ്തമയ സൂര്യന്റെ ചുവപ്പിൽ കോൺസ്റ്റന്റൈൻ ആ അമാനുഷിക കാഴ്ച കണ്ടു. ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു കുരിശ്, കൂടെ ഒരു അശരീരിയും. ഈ അടയാളത്തിലൂടെ നീ വിജയിക്കും. ക്രൂരമായ പീഡനങ്ങളിൽ തകർന്നുപോയ ഒരു ചെറിയ വിഭാഗത്തിന്റെ വിശ്വാസം ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തപ്പെട്ട ആ നിമിഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു. മിൽവിയൻ പാലത്തിലെ ആ യുദ്ധം വെറുമൊരു മണ്ണ് പിടിച്ചെടുക്കലായിരുന്നില്ല, മറിച്ച് ലോകത്തിന്റെ ആത്മീയ ഭൂപടം മാറ്റിമറിച്ച ദൈവിക ഇടപെടലിന്റെ കഥയായിരുന്നു. ആ രാത്രിയിൽ പരിചകളിൽ പതിഞ്ഞ ചിറോ അടയാളം എങ്ങനെയാണ് റോമൻ സാമ്രാജ്യത്വത്തിന്റെ അന്ധകാര യുഗത്തെ അവസാനിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭം റോമൻ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയുടെയും മതപരമായ പീഡനങ്ങളുടെയും കാലമായിരുന്നു. എന്നാൽ AD 312 ഒക്ടോബർ 28-ന് റോമിലെ ടൈബർ നദിക്കരയിലുള്ള മിൽവിയൻ പാലത്തിൽ നടന്ന യുദ്ധം കേവലം രണ്ട് ചക്രവർത്തിമാർ തമ്മിലുള്ള അധികാര തർക്കം മാത്രമായിരുന്നില്ല. അത് ക്രിസ്തുമതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. AD 300-കളുടെ തുടക്കത്തിൽ റോമൻ സാമ്രാജ്യം 4-ആയി വിഭജിക്കപ്പെട്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ അതിക്രൂരമായ പീഡനങ്ങളാണ് അനുഭവിച്ചിരുന്നത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ നടന്ന മഹാപീഡനം അഥവാ ഗ്രേറ്റ് പെർസിക്യൂഷൻ സഭയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇക്കാലത്താണ് കോൺസ്റ്റന്റൈൻ പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തിന്റെ അധികാരത്തിലേക്ക് ഉയരുന്നത്. അതേസമയം മാക്സെൻഷ്യസ് റോം നഗരത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുകയും സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ അനിവാര്യമായ ഒരു യുദ്ധ സാഹചര്യം ഉടലെടുത്തു. AD 312-ൽ കോൺസ്റ്റന്റൈൻ തന്റെ സൈന്യവുമായി റോമിലേക്ക് മാർച്ച് ചെയ്തു. ചരിത്രരേഖകൾ പ്രകാരം മാക്സെൻഷ്യസിന്റെ സൈന്യം കോൺസ്റ്റന്റൈനേക്കാൾ വളരെ വലുതായിരുന്നു. യുദ്ധത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ കോൺസ്റ്റന്റൈൻ ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ സമയത്താണ് ചരിത്ര പ്രസിദ്ധമായ ആ ദൈവിക ഇടപെടൽ ഉണ്ടായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉച്ച കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുവാൻ തുടങ്ങുന്ന നേരത്ത് ആകാശത്ത് സൂര്യന് മുകളിലായി പ്രകാശമാനമായ ഒരു കുരിശിന്റെ അടയാളം കോൺസ്റ്റന്റൈൻ കണ്ടു. ഇതിന്റെ അർത്ഥം ഈ അടയാളത്തിലൂടെ നീ വിജയിക്കും എന്നായിരുന്നു. ഈ ദർശനം കോൺസ്റ്റന്റൈനെ ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ അന്ന് രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായി. ക്രിസ്തു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും ആകാശത്ത് കണ്ട അടയാളം തന്റെ സൈന്യത്തിന്റെ പരിചകളിൽ ആലേഖനം ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ക്രിസ്തു എന്നതിന്റെ ഗ്രീക്ക് പദമായ ക്രിസ്തോസ് എന്നതിന്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ ചേർത്ത ചീറോ ചേർത്തുള്ള അടയാളമായിരുന്നു അത്. ദൈവിക നിർദ്ദേശം അനുസരിച്ച് കോൺസ്റ്റന്റൈൻ തന്റെ സൈനികരുടെ പരിചകളിൽ ക്രിസ്തീയ ചിഹ്നമായ ചീറോ ആലേഖനം ചെയ്യുവാൻ ഉത്തരവിട്ടു. റോമൻ സൈന്യത്തിന്റെ പരമ്പരാഗത ചിഹ്നങ്ങൾക്കു പകരം ഒരു ക്രിസ്തീയ ചിഹ്നം യുദ്ധകളത്തിൽ ഉപയോഗിക്കുന്നത് അക്കാലത്ത് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. ലബറം എന്നറിയപ്പെടുന്ന സൈനിക പതാകയിലും ഈ അടയാളം സ്ഥാനം പിടിച്ചു. അവിശ്വാസികളായ സൈനികർ പോലും ഈ പുതിയ അടയാളത്തിന് കീഴിൽ അണിനിരന്നു. ഇത് കേവലം ഒരു യുദ്ധതന്ത്രമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. മാക്സെൻഷ്യസ് റോം നഗരത്തിന്റെ സുരക്ഷിതമായ മതിലുകൾക്കുള്ളിൽ ഇരിക്കാതെ പുറത്തിറങ്ങി യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. അദ്ദേഹം ടൈബർ നദിക്ക് കുറുകെ മിൽവിയൻ പാലത്തിന് സമീപം തന്റെ സൈന്യത്തെ വിന്യസിച്ചു. തടികൊണ്ട് നിർമ്മിച്ച താൽക്കാലികമായ ഒരു പോണ്ടൂർ പാലവും അദ്ദേഹം ഒരുക്കിയിരുന്നു. യുദ്ധം ആരംഭിച്ചപ്പോൾ കോൺസ്റ്റന്റൈന്റെ സൈന്യം അസാമാന്യമായ ധീരതയോടെ പോരാടി. മാക്സെൻഷ്യസിന്റെ സൈന്യം പരാജയപ്പെട്ട് പിൻവാങ്ങുവാൻ നിർബന്ധിതരായി. നദി മുറിച്ചു കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ അവർ നിർമ്മിച്ച താൽക്കാലിക പാലം തകർന്നു വീണു.
ഭാരമേറിയ കവചങ്ങൾ ധരിച്ചിരുന്ന മാക്സൻഷ്യസും അദ്ദേഹത്തിന്റെ സൈനികരും ടൈബർ നദിയിൽ മുങ്ങി മരിച്ചു. ക്രിസ്തീയ വീക്ഷണത്തിൽ ഇത് പഴയ നിയമത്തിലെ ചെങ്കടൽ മുറിച്ചു കടന്ന സംഭവത്തിന് സമാനമായിരുന്നു. ഫറവോന്റെ സൈന്യത്തെ ദൈവം വെള്ളത്തിൽ മുക്കിയെന്നതുപോലെ സഭയെ പീഡിപ്പിച്ച മാക്സൻഷ്യസിനെ ദൈവം ടൈബർ നദിയിൽ വീഴ്ത്തി എന്നതായിരുന്നു അന്നത്തെ വിശ്വാസികളുടെ പക്ഷം. വിജയിയായി റോം നഗരത്തിലേക്ക് പ്രവേശിച്ച കോൺസ്റ്റന്റൈൻ തന്റെ വിജയത്തിന് കാരണം ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇത് റോമൻ ചരിത്രത്തിലെ വിഗ്രഹാരാധനയുടെ അന്ത്യത്തിന് തുടക്കമായിരുന്നു. യുദ്ധം കഴിഞ്ഞ തൊട്ടടുത്ത വർഷം കോൺസ്റ്റന്റൈനും കിഴക്കൻ ചക്രവർത്തിയായ ലിസീനിയസും ചേർന്ന് മിലാൻ വിപ്ലവം പുറപ്പെടുവിച്ചു. ഇത് ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം നൽകുകയും സഭയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കൾ തിരികെ നൽകുവാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതോടെ ഭൂഗർഭ അറകളിൽ ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്ക് പരസ്യമായി ആരാധന നടത്തുവാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. ചക്രവർത്തി തന്നെ സഭയുടെ സംരക്ഷകനായി മാറി. ഇതേസമയം ക്രൈസ്തവ വിശ്വാസത്തെ ഏകീകരിക്കുന്നതിനായി കോൺസ്റ്റന്റൈൻ വിളിച്ചുകൂട്ടിയ AD 325 നൈസിയ കൗൺസിൽ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മിൽവിയൻ പാലത്തിലെ വിജയം കോൺസ്റ്റന്റൈന്റെ വ്യക്തിപരമായ ജീവിതത്തെയും സ്വാധീനിച്ചു. അദ്ദേഹം മരണം വരെ ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും തന്റെ ഭരണത്തിൽ ക്രിസ്തീയ തത്വങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മാമോദീസ സ്വീകരിച്ച് അദ്ദേഹം ഔദ്യോഗികമായി സഭയുടെ ഭാഗമായി. പീഡിപ്പിക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടം ആളുകളുടെ മതം ഒരു വലിയ സാമ്രാജ്യത്വത്തിന്റെ ഔദ്യോഗിക മതമായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയ്ക്കാണ് ലോകമെന്ന് സാക്ഷ്യം വഹിച്ചത്. ഈ യുദ്ധം കേവലം ഭൗതികമായ ഒരു വിജയമായിരുന്നില്ല, മറിച്ചത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഗതി മാറ്റിയ ഒരു സംഭവമായിരുന്നു. ക്രിസ്തുമതം യൂറോപ്പിലാകെ പടരുന്നതിനും ആധുനിക നിയമവ്യവസ്ഥയിലും സംസ്കാരത്തിലും ക്രിസ്തീയ മൂല്യങ്ങൾ വേരൂന്നുന്നതിനും ഈ വിജയം കാരണമായി. മിൽവിയൻ പാലത്തിലെ യുദ്ധം ക്രിസ്തീയ ചരിത്രത്തിലെ ഒരു ദൈവിക ഇടപെടലായി ഇന്നും സ്മരിക്കപ്പെടുന്നു. ഒരു വലിയ സാമ്രാജ്യത്വത്തിന്റെ ചക്രവർത്തി കുരിശിന്റെ അടയാളത്തിന് മുന്നിൽ തല കുനിക്കുകയും പീഡിപ്പിക്കപ്പെട്ട സഭയെ മഹത്വത്തിന്റെ കൊടുമുടിയിലേക്ക് നയിക്കുകയും ചെയ്ത ആ നിമിഷം ഇന്നും വിശ്വാസികൾക്ക് ആവേശം നൽകുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും പീഡനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള സഭയുടെ പ്രയാണം ആ പാലത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഈ യുദ്ധത്തിലൂടെ കുരിശ് ശിക്ഷാവിധിയുടെ അടയാളമെന്ന നിലയിൽ നിന്ന് വിജയത്തിന്റെയും പ്രത്യാശയുടെയും അടയാളമായി ലോകത്തിനു മുന്നിൽ വീണ്ടും ഉയർത്തപ്പെട്ടു. ഈ ചരിത്രം നൽകുന്ന പാഠം ലളിതമാണ്. വിജയത്തിന്റെ അടയാളമായ ക്രിസ്തുവിന്റെ കുരിശിനെ അണിയുന്നവർക്ക് മുന്നിൽ ചരിത്രത്തിന്റെ ഗതി പോലും വഴിമാറും.